നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് ചോദിക്കാം. ഇന്നലെ നമ്മൾ 3 പേരോട് ചോദിച്ചു, ഇന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. ഇന്നും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. കം. ഹായ് ഗൈസ്. ഹായ്. അപ്പോൾ ഞാൻ ചെറിയ കാര്യം ചോദിക്കും. മെയിൻലി ഡാൻസിന് റിലേറ്റഡ് ആയിരിക്കും, ക്ലാസിക്കൽ ഡാൻസിന് റിലേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം, വേറെ ഒന്നുമില്ല. ഇതൊരു സർവേ പോലെ ചെയ്യണതാണ്. നമ്മുടെ പഴയ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഇങ്ങനെ ആർക്കും കുറേ പേർക്കൊന്നും അറിയപ്പെടാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എത്ര പേർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. സോ നമ്മൾ ഈ ഫോട്ടോയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ ഉണ്ട് കേസ് ആൻസർ ഒന്നിലേക്കാണ്. ഇത് ഏത് ഡാൻസ് ഫോമാണ്? ഉറക്കെ പറഞ്ഞോ, കാരണം മൈക്കില്ലാത്തതുകൊണ്ട് കേൾക്കില്ല. മോഹിനിയാട്ടം ഗസില്ല. മോഹിനിയാട്ടം, ഭരതനാട്യം. ഇവർ 3 പേരും 3 ആൻസറാണ്. 2 പേരും ഒരേ ആൻസർ, പക്ഷേ 3 തെറ്റാണ്. ഇത് ആക്ച്വലി കുച്ചിപ്പുടിയാണ്. എന്നാ പിന്നെ പറഞ്ഞു, ഇത് കുച്ചിപ്പുടിയാണ് ഗൈസ്. കാരണം ഭരതനാട്യം കുച്ചിപ്പുടിയും വളരെ സിമിലർ ആണ് കോസ്റ്റ്യൂംസിൽ കാണാൻ വേണ്ടിയിട്ട്. വളരെ മൈന്യൂട്ട് ഡിഫറൻസ്, കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ഫോം ആണെന്ന് അറിയത്തില്ല. ഭരതനാട്യം നമ്മുടെ ജിക്കിലൊക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. ജിക്കി ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണിത്. അതൊക്കെ നിങ്ങളുടെ മോഹിനിയാട്ടം നടക്കും. മോഹിനിയാട്ടം ഏത് സ്റ്റേറ്റിലാണ് അറിയത്തില്ല. ഓ മൈ ഗോഡ്. കേരളത്തിൻ്റെയാണ് മോഹിനിയാട്ടം. ഭരതനാട്യം തമിഴ്നാട്ടിൻ്റെയാണ്. കുച്ചിപ്പുടി ആന്ധ്ര. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക് യു. ബൈ.